തുള്ളികളെ ശബ്ദത്തോടു കൂടി ഒഴുകുന്ന തോടിൻ്റെ സൈഡ് വഴിയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. തോട്ടിൻ്റെ ഒരു ഭാഗം സൈഡ് വാള കെട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ച് ഭാഗം സൈഡ് വാള കെട്ടാതെയും കിടക്കുന്നുണ്ട്. ദേ ഇതുപോലെ. മഴ പെയ്ത് തോട് നിറയുന്ന സമയത്ത് ഈ വരമ്പത്തുനിന്ന് ഒരുപാട് മണ്ണൊക്കെ തോട്ടിലേക്ക് വീഴാറുണ്ട്. അന്നേരം ഇതുവഴി നടക്കുന്നതൊക്കെ വളരെ പ്രയാസമാണ്. എന്നെങ്കിലും ഇതുവഴിയും സൈഡ് വാള വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും. മണ്ണൊക്കെ ഇടിഞ്ഞ് താഴെ തോട്ടിലോട്ട് വീണിരിക്കുകയാണ് മഴ സമയത്ത്. തോട്ടിൻ്റെ സൈഡിൽ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. മഞ്ചാടി മരവും ഇതിനിടയിലുണ്ട്. ഈ കാണുന്നതാണ് മഞ്ചാടി മരം. മരത്തിൽ നിന്ന് ഒരുപാട് മഞ്ചാടി വരമ്പിലും തോട്ടിലൊക്കെ വീണ് കിടക്കുന്നുമുണ്ട്. അങ്ങനെ തോടിൻ്റെ കാഴ്ചകളും വയലിലെ വാഴത്തോട്ടവും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് പോകാനായിട്ട് തോടിൻ്റെ കുറുകെ ഒരു പാലം ഇട്ടിട്ടുണ്ട്. പാലത്തിൽ കൂടി കയറിയാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ഈ ചെടി കണ്ടോ? ഇതെനിക്ക് തോന്നുന്നു നമ്മൾ മസാലയൊക്കെ വാങ്ങുമ്പോൾ അതിൽ ഒരു ഇല കിടക്കുമല്ലോ, ആ ഇലയാണെന്ന് തോന്നുന്നു. അതിന് കണ്ടിട്ട് നല്ല മണവും ഉണ്ടായിരുന്നു. കണ്ടിട്ട് അതുപോലെ ഒരു ചെടി. അതുപോലെ നമുക്കറിയാത്ത പല ചെടികളും ഈ തോട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിലേക്ക് എത്തി. ഈ പാലം വഴി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒരുപാട് കൃഷ്ണകിരീടം പൂത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലെ അച്ഛനും അമ്മയും അമ്മമ്മയും ചേട്ടനും നാത്തൂനും കുഞ്ഞുമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു അതിഥിയും എത്തി. ഒരു കുഞ്ഞു മയിൽ. പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മയിലിനെ കാണുന്നത്. മ്യൂസിയത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിൻപ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ മയിലൊക്കെ സ്ഥിരം വരാറുണ്ടെന്ന് അമ്മ പറയും. ഒരു മയിൽ മാത്രമല്ല, വലിയ പീലിയുള്ള 2 മയിലും കുഞ്ഞുങ്ങളുമായിട്ട് സ്ഥിരം വരാറുണ്ട്. അമ്മ പയറൊക്കെ ഇട്ട് കൊടുക്കും കഴിക്കാനായിട്ട്. വയലിലൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ മയിലൊക്കെ അത് കൊത്തി തിന്നും. അതുകൊണ്ട് വയലിലൊക്കെ ഉള്ളവർക്കൊന്നും മയിലിനോട് വലിയ താല്പര്യമില്ല. മയിലിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പയറൊക്കെ പോകും. അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളൊക്കെ രാവിലെ തന്നെ കാണാൻ പറ്റി. അതിനുശേഷം കുഞ്ഞുങ്ങൾ 2 പേരും കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ തുടങ്ങി. പണ്ട് കുഞ്ഞിലെ ചെയ്തിരുന്ന ഒരു കളിയാണിത്. ഒന്ന് എൻ്റെ മോളും ഒന്ന് എൻ്റെ ചേട്ടൻ്റെ മോളും. എൻ്റെ മോള് ദേവു, ചേട്ടൻ്റെ മോള് പാറു. 2 പേരും കൂടി തകൃതിയായിട്ട് കളിക്കുകയാണ്. അമ്മ ഞങ്ങൾ വന്നതുകൊണ്ട് പുറത്ത് ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നു. നാത്തൂന് ബിരിയാണിയും വയ്ക്കുന്നു. അവിടുത്തെ കാഴ്ചകൾ കാണാനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വാഴക്കുലയും വഴുതനയും തുളസിയും കോളാമ്പിപ്പൂവും കൃഷ്ണകിരീടവും പിന്നെ നമ്മുടെ തെറ്റിപ്പൂവും അങ്ങനെ ഒത്തിരി ചെടികളുണ്ട് ഇവിടെ.
തെറ്റിപ്പൂവിൽ നിന്നും തേൻ കുടിക്കാനായി ഒരുപാട് പൂമ്പാറ്റകളൊക്കെ വരാറുണ്ട്. തെറ്റി മുഴുവനായിട്ട് നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്. കാറ്റത്ത് തെറ്റിപ്പൂവൊക്കെ ആടുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. പലതരത്തിലുള്ള പൂക്കളും ഇവിടെയുണ്ട്. വളർത്തുന്ന പൂക്കൾ മാത്രമല്ല, പലതരത്തിലുള്ള കാട്ടുപൂക്കളും ഇവിടെയുണ്ട്. വയലിൽ പടവലങ്ങയൊക്കെ കാച്ചു കിടക്കുന്നുണ്ട്. തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി. അത് കൂവക്കിഴങ്ങ്. വയലൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ കുറച്ച് നേരം തോട്ടിൽ കളിച്ചു. വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഒഴുക്കേ ഉള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അന്നേരം വലിയ ഒഴുക്കായിരിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലേക്ക് ഒന്ന് കറങ്ങാനായിട്ട് പോയി. എല്ലാവരും കൂടി ഒരുമിച്ച് പോയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.